ഉണ്ട് അവിടെ ഒരു മരം മൊത്തം കുലുന്നുണ്ടോ? എന്റെ ദൈവമേ, ഇടിച്ചു പൊളിക്കുന്നുണ്ടോ? എന്തോ കുലുന്നത്? എന്റെ ദൈവം, എന്തോടത്? ആരത്? ഹലോ, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ, ജസ്റ്റ് മിസ്റോ. ഒറ്റ തിരിഞ്ഞു എന്റെ പൊന്നു. നിങ്ങളാണോ ഇതിനകത്തുള്ളത്? ഇതിന് ഉള്ളിലുള്ളത് ഇപ്പം നിങ്ങളാണോ? ഞാൻ പറഞ്ഞില്ലയോ? Just നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്റെ ഭഗവാനെ, അകത്ത് തന്നെ ഉണ്ട്, അകത്ത് തന്നെ. ജസ്റ്റ് ലൈറ്റ് ഫുൾ ഓഫ് ആക്കിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവസാനമായിട്ട് ഇതിനകത്ത് മൂവ്മെൻറ്റ് ഫീൽ ആവുന്നുണ്ട് എനിക്ക്. നിങ്ങളിതിനകത്തുണ്ടോ? ഈ പറയുന്ന വീടിൻ്റെ അകത്ത് നിങ്ങളുണ്ടോ? ഇത് മൊത്തം കാടാണ് കേട്ടോ, ബാക്ക് സൈഡ് ഫുള്ള്. ആരാ ഓടിയില്ല ഇപ്പോൾ? സത്യം പറയാൻ എനിക്ക് ശരിക്കും എനിക്ക് എടുക്കുന്നുണ്ട് വയറുവേദന. എനിക്ക് അതെന്താ അതുപോലെ കുത്തി എടുക്കുന്ന എനിക്ക് വയറ്. അവിടെ ആരോ ഓടുന്ന ഒരു സൗണ്ട് കിട്ടും എനിക്കിപ്പം ക്ലിയർ ആയിട്ട്. ഉണ്ട് അവിടെ ഒരു മരം മൊത്തം കുലുന്നുണ്ടോ? എന്റെ ദൈവമേ, ഇത് കാറ്റടിച്ച് കുലുങ്ങുന്നല്ലത്. ഹലോ, ഉണ്ട് ആ ടോപ്പിലെ മരം വരെ കുലുങ്ങി നടന്നു. അത്ര ഹൈറ്റുള്ള മരം.
ആ നിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്? മരിച്ചുപോയി നിങ്ങൾ? ഹലോ, നിങ്ങളാണോ ഇതൊക്കെ ചെയ്യുന്നത്? മരിച്ചുപോയത്? തീണ്ട് ഇളകി വരുന്നു കണ്ടോ. ഇടിച്ച് പൊളിക്കുന്നുണ്ടോ? എനിക്ക് എന്ത് പറ്റി വയറിന്? എനിക്ക് നേരം വരുന്നു. ഹലോ, എടുത്തോണ്ടു. ഞാൻ ഇവിടെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു. നിങ്ങൾക്ക് ഇനി എൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റുമോ പ്ലീസ്? നിങ്ങൾ എന്തിനാണോ ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, ചെയ്യാൻ ശ്രമിച്ചത്, നിങ്ങൾക്ക് അതിനോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ പ്ലീസ്? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഹലോ, ഇത് മൊത്തം കറിവേപ്പിലാട്ടോ ഇവിടെ മൊത്തം. എന്തോ കുലിഞ്ഞെടുത്ത് എനിക്ക് ദൈവം, എന്തോടത്? ആരത്? ഹലോ ഹലോ, എന്തോടത്? ശരിക്കും ഇവിടുന്ന് ഷേക്കായി വിട്ടത് ഇപ്പോൾ അത് ശരിക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് റോഡാണ്, കുറച്ച് ദൂരം മാറി. പക്ഷെ ഇവിടെ ഇത്ര ആക്ടിവിറ്റീസ് നടക്കുന്നു ഇവിടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് എന്തോ ഹാർഷായിരിക്കും എന്നുള്ളത്. ഇത് കമത്തി വെച്ചേക്കുന്നേ. ആണോന്നല്ലേ? കേസ് അതെന്തോ എല്ലാം അഴി കിട്ടുവാണെങ്കിൽ പറയണേ, കമന്റ് സെക്ഷനിൽ പറ. ഞാൻ ലൈറ്റ് മൊത്തം ഓഫാക്കിയിട്ട് വരട്ടെ? ഐ മീൻ സംസാരിക്കാൻ വരട്ടെ? നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓ ജസ്റ്റ് മിസ്ര. എന്ത് സൗണ്ട് ചെയ്തോ മൊത്തം? ഹലോ, ഈ ഒറ്റ തിരിഞ്ഞു എൻ്റെ പൊന്നു. നിങ്ങളാണ് ഇതിനകത്തുള്ളത്? ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇപ്പം നിങ്ങളാണോ? ഹലോ, കൈസ് ശരിക്കും സൗണ്ട് കേൾക്കുന്നുണ്ട്. കൈസ് ഞാൻ പറഞ്ഞില്ലയോ? ഹലോ, just നിങ്ങൾക്ക് എന്താ വേണ്ടേ? എൻ്റെ ഭഗവാനെ, what the fuck? നിങ്ങളെന്താ പറഞ്ഞത്? എനിക്ക് ആ ലാംഗ്വേജ് എനിക്ക് മനസ്സിലായില്ല. ഹലോ, തൊട്ടകത്ത് തന്നെ ഉണ്ട്, അകത്ത് തന്നെ ഉണ്ട്, അകത്ത് തന്നെ. Just മാങ്ങാത്തൊലി. ഇതിനകത്തനുണ്ടത്. കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ആ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് സൈലൻ്റായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ബട്ട് മാക്സിമം കൺട്രോൾ ചെയ്താണ് സൈലൻ്റായിട്ട് ഇരിക്കുന്നത്. കൈസ് വന്നിട്ട് ഇത് ചുറ്റും കാടാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ചുറ്റും കാടാണ്. ഫ്രണ്ടിൽ റോഡുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മൊത്തം കാടാണ്. സോ എന്നിട്ട് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും വന്നിട്ട് നമ്മൾ പെയിൻ എടുക്കുന്നു എനിക്ക്. വയറ് ഇതല്ല കേട്ടോ,
ഇത് വേറെ പെയിനാണ്. എന്താ എനിക്കറിയത്തില്ല, ഇവിടെ വന്നപ്പോൾ തൊട്ടുണ്ട് ശരിക്കും. അല്ല സോ കൊണ്ട് അപ്പോൾ നമുക്ക് വന്നിട്ട് സോ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുമ്പോൾ തന്നെ നമുക്ക് വന്നിട്ട് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചാൻസ് തീരെ കുറവാണ്. കാരണം ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് വളരെ മൈൽഡാണ് മറ്റുള്ള സ്ഥലങ്ങളോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. മറ്റുള്ള ലൊക്കേഷൻ നമ്മൾ പോയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാര്യം പറഞ്ഞു കേട്ടോ, അത് ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. ഇതിനകത്ത് ആക്ടിവിറ്റീസ് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ കാറ്റടിക്കുന്നുണ്ട്, മരങ്ങളൊക്കെ ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. എവിടുന്ന് പ്രോപ്പർ അവിടുന്ന് ഇങ്ങോട്ട് തള്ളുന്നു കണ്ടോ. എന്നിട്ട് തുണി അലക്കുന്ന കല്ല്. സോ എൻ്റെ കൂടെ സംസാരിക്കാൻ നോക്ക്. ഞാൻ EMF മീറ്ററായിട്ട് എടുത്തുകൊണ്ട് വരാം. EMF മീറ്റർ കൈസ്. എന്നിട്ട് എൻ്റെ കയ്യിൽ EMF മീറ്റർ ഉണ്ട്. നമുക്ക് അത് ത്രൂ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. സോ EMF മീറ്റർ എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. സോ EMF മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. അത് പ്രേതത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത മെഷീനല്ല, ഓക്കെ. ബട്ട് അതിനകത്ത് ഗോസ്റ്റിൻ്റെ എനർജി ഡിറ്റക്ട് ആകും എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടുപിടിച്ച സാധനമല്ല, എൻ്റെ അച്ഛനല്ല സാധനം കണ്ടുപിടിച്ച. സോ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അത് കുറേ ഗോസ്റ്റ് ഹണ്ടേഴ്സ് അത് യൂസും ചെയ്യുന്നുണ്ട്, നമ്മളും വന്നിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റർടൈനിങ് ആയിട്ടോ റിയലായിട്ടോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതും കൂടെ എന്നിട്ട് വീഡിയോ നിർത്താം. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഓൾമോസ്റ്റ് 3 മണിക്കൂറായി. ഓക്കെ, ലൈറ്റ് ഫുൾ ഓഫ് ആക്കിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അവസാനമായിട്ട്. ഓക്കെ കൈസ്, ഇപ്പോൾ EMF മീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ത്രൂ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. സോ അവസാനമായിട്ട് ലാസ്റ്റ് ചാൻസ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ത്രൂ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റ് കത്തിച്ച് കാണിക്കാം. അതാണ്, നിങ്ങൾ സംസാരിക്കണ്ട, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാകത്തില്ല. ബട്ട് നിങ്ങൾക്ക് ഇത് ത്രൂ എന്നോട് സംസാരിക്കാം. ഇതിലെ ലൈറ്റ് മാത്രം നിങ്ങളൊന്ന് ബ്ലിങ്ക് ചെയ്ത് കാണിച്ചാൽ മതി. ജസ്റ്റ് ഏതെങ്കിലും ഒരു ലൈറ്റ് മാത്രം. നിങ്ങൾ റെഡൊന്നും പോകണ്ട, പീക്കിലോട്ടൊന്നും പോകണ്ട, റെഡ് വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഉണ്ട്, നിങ്ങളിവിടെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒരു ലൈറ്റ് കത്തിച്ച് കാണിക്കുക. അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങളിവിടെ ഉണ്ട് എന്നെനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. നിങ്ങളെ ഉപദ്രവിക്കാനോ വേറെ ആരുടെയും പോയി പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെ ഇവിടുന്ന് മാറ്റിക്കാനോ ഒന്നിനുമല്ല, പ്ലീസ്. കൈസ്, നമുക്ക് ഓരോ റൂം പോയിട്ട് നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് മൂവ്മെൻറ്റ് ഫീൽ ആവുന്നില്ല എനിക്ക്. നിങ്ങളിതിനകത്തുണ്ടോ? ഈ പറയുന്ന വീടിൻ്റെ അകത്ത് നിങ്ങളുണ്ടോ? ഹലോ,
ഇതിനകത്ത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലൈറ്റ് കത്തിച്ച് കാണിക്കാം. ഹലോ, നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് കത്തിച്ച് കാണിക്കാം. അപ്പോൾ ഹലോ, ശവപ്പെട്ടി പോലുണ്ട് സാധനം. കൈസ് ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കിയാലോ? അതിൽ ലൈറ്റ് ഓഫ് ആക്കാതെ ലൈറ്റ് കുറച്ച് വെച്ച് നോക്കാം. ഓക്കെ, മേ ബി പിന്നെ അതിൻ്റെ ആണെങ്കിലോ. കൈസ് ലൈറ്റ് തീരെ കുറച്ചിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുമോ? ഓക്കെ, കാണാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലൈറ്റ് മാക്സിമം കുറച്ചിട്ടുണ്ട്, മാക്സിമം ഇരുട്ടാക്കിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുള്ള് കാടാണ്. അതുകൊണ്ടാണ്. പ്ലീസ് ഫോക്കസ് ആവുന്നില്ല. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ലൈറ്റ് കത്തിച്ച് കാണിക്കാം. ഹലോ, ലൈറ്റ് ബ്ലിങ്കേ വന്നില്ലല്ലോ. ഹലോ, ഇവിടെയൊക്കെ നല്ല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? ഹലോ, ഹലോ, ഗൈസ് ഇവിടെ എവിടെയാണ് അതിൻ്റെ പ്രസൻസ് ഫീൽ ആവുന്നില്ല എനിക്ക്. ഗൈസ് വന്നിട്ട് ഞാൻ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ബട്ട് ആ ലൈറ്റ് വന്നിട്ട് ബ്ലിങ്ക് ആവുന്നേ ഇല്ല. ഞാൻ അതല്ലാതെ ഫുൾ ലൈറ്റ് കത്തിച്ചിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി, അപ്പോഴും നോ റെസ്പോൺസ് ആയിരുന്നു. സോ വന്നിട്ട് ഇതേക്കൊണ്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു യൂസും ഇല്ല. നമുക്കത് ഇവിടുന്ന് പോവാം. ഓക്കെ ഗൈസ്, ഇത്ര ഉള്ള ഗൈസ് ഈ ഒരു വീഡിയോ. എനിക്ക് ഒട്ടും വയ്യ സത്യം പറഞ്ഞാൽ. അത് വീഡിയോ ഇവിടെ നിർത്തുവാണ്. അടുത്തൊരു പോസ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.